ഓം നമ ശിവായ. അപ്പോൾ കരുഞ്ഞിമല ടണലിൻ്റെ അടുത്ത ഭാഗവും നമ്മൾ കണ്ടെത്തി. മൈസൂർക്ക് പോകുന്നതിന് മുമ്പുള്ള ഭാഗം. നിലവിളക്ക്. പള്ളീൻ്റെ അടുത്തുള്ള ഗോയ്ക്കുള്ളിൽ നിലവിളക്ക്. നേർച്ച കുറ്റി. ഇത് വെട്ടം തെളിച്ചു വേണം പോവാൻ. അടിപൊളി സ്ഥലമാട്ടത്. ഇരുന്ന് ധ്യാനിക്കാനൊക്കെ പറ്റും. ഒരു പല്ലി മാത്രം. ഇത് പണ്ടൊരു ടണലുണ്ടായിരുന്നു പറഞ്ഞവർ. ആൾക്കാരെ പാത്തിയോണ്ട് വിളക്ക് ഇവിടെയുണ്ട്. അവിടെയൊക്കെ മൂടിയതാ. തവള. അങ്ങോട്ടില്ല, ഇങ്ങോട്ട്. അടിപൊളിയായിട്ട് ഇവിടെ ഇല്ലേ? ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് തപസ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇതിനകത്ത് ആൾക്കാർ അങ്ങനെ ഇരുന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല സ്ഥലമില്ല. ഓം നമ ശിവായ. ഇത് എണ്ണ ഒഴിച്ച്
ഇവർക്കത് ചെയ്യുന്നേ. അവിടേക്ക് അടച്ചിട്ടേക്കുക. ഓ നമഃശിവായ. ദേ ടണൽ വെക്കൊണ്ടിരുന്ന വഴി ഇതുണ്ടോ? ഇത് കണ്ടോ? ഇത് തന്നെ. അങ്ങോട്ട് ഉള്ളിലോട്ട് വളരെ വിശാലമാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ഭയങ്കര വലിപ്പമുള്ള ഗുഹയാണ് കേട്ടോ. ഇതിനകത്തോട്ട് നല്ല വലിപ്പവും വീതിയും ഒക്കെ ഉണ്ട്. കണ്ടോ? ഇത് കണ്ടോ? ഇത് കണ്ടിട്ട് ആ ടണൽ പോകുന്ന വഴിതാൻ തോന്നുന്നുണ്ട്. കുരങ്ങൻ്റെ വാല കണ്ടിട്ട് പേടിച്ച് പോയി. പാമ്പിനെ പോലെ ഉണ്ട്. ഇതാണ് കുരങ്ങന്മാർ കാണിച്ചു തന്നത്. കണ്ടോ? തന്നെ പോയി താഴോട്ട് നിറഞ്ഞു നോക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും. ആ ഭാഗം കണ്ടിട്ടുണ്ട്. ഇത് ടണലിങ്ങനെ വരുന്നത്. ടണലിൻ്റെ ഭാഗം ഇത്. ടണൽ ഈ ഭാഗം ഇത്രയും പൊളിച്ചിട്ടേക്കുന്നത്. കാരണം ഇതാ ആ താഴെ ഇത് പൊളിച്ചിട്ട് ടണൽ ഇത്രയും ഭാഗം. ആ താഴെ ഇതാ ഗുഹയുണ്ട് വലിയത്. ഇപ്പം കൂടെ നമ്മൾ നേരെ പാഞ്ഞു പോവാം. ഇതൊക്കെ ടണൽ പൊളിച്ചിട്ട് ആകാം. കണ്ടിട്ടോ? ഞാൻ ടണലിൻ്റെ ബാക്കി. ഇതേ ടണൽ കണ്ടോ? കരുഞ്ഞിമല ടണലിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത്. ഇത് പൊട്ടക്കണ്ടറല്ല, ആ ടണലത്. ആ ടണൽ പോകുന്നത് ഇതാണ്. അമൽ ആർ ആർച്ച് കരുഞ്ഞിമല ടണലൊരു വലിയ ടണലാന്ന് തന്നെ പറഞ്ഞിട്ട് മൈസൂർ വരെ പോകുന്ന ടണലാന്ന് പറഞ്ഞ് മാപ്പ് വരച്ച് നോക്കിയപ്പം ഈ വഴി തന്നെ കറക്റ്റാണ് പറഞ്ഞത്. ഇതാണ് ടണൽ വരുന്ന വഴി. ആ കാണുന്ന ചെറിയ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഇതാണ് ടണൽ, കരുഞ്ഞി ടണലിൻ്റെ ബാക്കി. ഇതിങ്ങനെ ഈ മല കയറി ഇതിങ്ങനെ പൊളിച്ചിട്ടേക്കുന്ന ഈ ഭാഗം. ഇത് കണ്ടോ? ഇത് ടണൽ ഇങ്ങനെ വരുന്നൊരു ഭാഗം. ഇത് ടണൽ വന്ന് കണ്ടോ? ടണലുള്ളത് ഇങ്ങനത്തെ ഇറ്റാൻ മരങ്ങൾ വെക്കുക. ഇതിങ്ങനെ കയറി ടണൽ ഇങ്ങനെ പോയി ടണൽ പോകുന്ന സ്ഥലമാണ്. ഇത് പൊളിച്ചിട്ടേക്കുന്നത്. ഇത് ഈ ഭാഗം അവിടെ ഇനി ഓപ്പൺ ആവും. അവിടെ അതിലൂടെ കയറിപ്പോകാൻ വഴിയില്ല, ഇതിൽ ഇറങ്ങിപ്പോകാൻ വഴിയുണ്ട്. മലമ്പാമ്പ് കണ്ടോ? വെരി ഡേഞ്ചറസ് ആയിട്ട് ഹൈറ്റാ പാമ്പുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇളകുന്നുണ്ട്. ടണൽ പോകുന്ന വഴി. നമ്മൾ കുറച്ച് മുമ്പ് ഇതാ ആ പാറക്കെട്ടി മലമ്പാമ്പിനെ കണ്ടു. അപ്പോൾ പാറക്കെട്ടിലേക്ക് എന്തെങ്കിലും കാണും. ഇത് കണ്ടോ? ഇതിനുള്ളിൽ കൂടെയൊക്കെ മലമ്പാമ്പ് കാണും. അപ്പോൾ ഭയങ്കര പാമ്പൻ. ഈ പേടി അപ്പം ഇതിനുള്ളിൽ കയറാൻ. ഇതാണ് ടണൽ പോകുന്ന വഴി. ഇതിങ്ങനെ ടണൽ പോകുന്ന വഴി. പാമ്പ് കണ്ട് പേടിയാണ്. ഇത്രയും വലുപ്പത്തിൽ പോയതായിരിക്കും.
ഓരോ സ്റ്റെപ്പ് നോക്കി നോക്കി പോവുക. പാമ്പുണ്ടെങ്കിൽ അണങ്ങും. നേരത്തെ കണ്ടത് പെരുത്ത പാമ്പിനെ തന്നെയാണ്. ഇതിനുള്ളിൽ കൂടെ ഒക്കെ പാമ്പ് കാണും. കണ്ട ഏരിയ ഇതാ ഈ കാണുന്നത് ടണലിൻ്റെ ഏരിയ, ടണലിലെ കിണർ. അതിങ്ങനെ ഇതിലൂടെ പോകുന്നത്. ഇതാ ഗുഹ ടണൽ. ഇതിങ്ങനെ ഇതിലൂടെ അങ്ങ് താഴോട്ട് പോകും. ഇതൊക്കെ ടണൽ പോകണ വഴിയാണ്. മുകളിൽ നിന്നായിട്ട് കയറി നോക്കാം എന്തായാലും. ടണലിൻ്റെ വഴി ദേ ഇവിടെ പോയി ഇവിടെ നോക്കാം. അതിൻ്റെ ബാക്കി ഇതിനകത്തൂടെ അങ്ങോട്ട് കയറിപ്പോ. അതിൻ്റെ മണമുണ്ട്. ഇതിനകത്തും വിശാലമായിട്ടാണ്. ഈ ഓട്ട കടന്ന് കിട്ടുന്നവർക്ക് അങ്ങ് പോവാം. പാമ്പിനെ പേടിച്ചുകൊണ്ടൊരു പോകണില്ല. ഇത് കണ്ട, ഓട്ട കടന്ന് കിട്ടുന്നവർക്ക് പോവാം. ഇത് അവിടെ കടന്ന് കിട്ടുന്നവർക്ക് പക്ഷെ പാമ്പുണ്ട് അതിനുള്ളിൽ കൂടെ. കണ്ടറും കൂടി കട്ടിട്ട് പോവാം. ഒറ്റയ്ക്ക് നടക്കൂല. ഇതിൻ്റെ പണിക്കാരെന്നെ വേണം. ഇതാ ടണലൊക്കെ ടണലിടിച്ചിട്ടേ കാണുന്നൊക്കെ. അപ്പോൾ ആ ടണലിൻ്റെ മുകൾ ഭാഗത്ത് ഇതാ കറക്റ്റ് പൊക്കം. ഈ കാണുന്നതായിരുന്നു ടണലിടിക്കുന്നതിന് പോലെ. അവിടെ അവിടെ നിന്നൊക്കെ ഇടിച്ചു കളഞ്ഞ് ഈ ഒരു ഭാഗം മാത്രം ഒഴിച്ചിട്ടുണ്ട്. ഭയങ്കരം പാമ്പ് അവിടെ ഉള്ളത്. ഇത് ഇവിടുന്ന് ഇത്രയും ഭാഗം അങ്ങോട്ട് ടണലടിച്ചതാണ് അവിടം വരെ. ആ പാമ്പിനെ കണ്ടതിൻ്റെ ഒരു പേടിയാണ്. പാമ്പ് എന്ന് പറഞ്ഞാൽ എന്നേക്കാളും സൈസുള്ള പെരുമ്പാമ്പല്ല മൂർക്കൻ. അത് എന്നേക്കാൾ സൈസുള്ള മൂർക്കൻ, ചെറിയ മൂർക്കൻ. അതിൻ്റെ പേടി കൊണ്ടാണ്. എന്നാലും നമ്മളിതിനകത്ത് ഇറങ്ങാൻ പോകും. കുരങ്ങന്മാർ സെക്യൂരിറ്റി ഉണ്ട്, അതുകൊണ്ട് നമ്മളിതിനകത്ത് ഇറങ്ങാൻ പോവാണേ. വെറുതെ ജസ്റ്റ് ഇറങ്ങി അവിടെ വരെ പോയി നോക്കുകയാണെങ്കിൽ അകത്തോട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അടിക്കൂടെ അപ്പുറത്ത് ഓപ്പണായ ഭാഗത്തിനേക്കാൾ അടിയിൽ കൂടെ പോകണ്ടോ നോക്കാം. നമുക്ക് അങ്ങോട്ടും കയറി നോക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. ആദ്യം ഒരു കല്ലെടുത്തിട്ട് നോക്കാം പാമ്പുണ്ടോയെന്നറിയാം. പാമ്പുണ്ടെന്ന് അറിയാൻ മതി. അങ്ങോട്ട് കുഴപ്പമില്ല. ഇനി ഇടയ്ക്കുണ്ടെന്ന് അറിയാൻ മുകളിൽ കുത്തി നോക്കാം. ഇത് തന്നെ വെട്ടുകല്ലിന് വേണ്ടത്. ഇവിടുന്ന് അങ്ങ് ഉള്ളിലോട്ട് ഈ വേസ്റ്റ് തന്നെ ഇട്ട് നിറച്ചതായി കാണുന്നത്. വേസ്റ്റ് തന്നെ ഇട്ട് ഇത്ര നിറച്ചതാണ്. അപ്പോൾ കരുഞ്ഞിമല ടണലിൻ്റെ അടുത്ത ഭാഗവും നമ്മൾ കണ്ടെത്തി. മൈസൂർക്ക് പോകുന്നതിന് മുമ്പുള്ള ഭാഗം. അതിലിറങ്ങുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല.
ഇറങ്ങുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പാമ്പിനും പേടിച്ച് ഇറങ്ങുന്നേ കണ്ടോ. അതിനുള്ളിൽ കൂടെ പോവാട്ടോ, അതിനുള്ളിൽ കൂടെ നന്നായി പോവാം. പാമ്പാ പേടി. അതിനുള്ളിൽ കൂടെ നന്നായിട്ട് ഇറങ്ങിപ്പോവാം. അതിനുള്ളിൽ കൂടെ നന്നായിട്ട് ഇറങ്ങി അപ്പുറം ഓപ്പണായ ഭാഗത്തിൻ്റെ പാമ്പ് കഴിഞ്ഞ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പോവാം. അതിൻ്റെയും ഇടയിൽ കൂടെ ഇപ്പോൾ ആണെങ്കിലൂടെ വെപ്പ് ധൈര്യം ഒറ്റയ്ക്ക് പോകണില്ല. ആളെ കൂട്ടി വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടുന്ന് വിജയന് നിർത്തുക കേട്ടോ. ആദ്യമായിട്ട് ഇതുപോലെ ചപ്പായതുകൊണ്ടും ആ പാമ്പിനെ കണ്ടുകൊണ്ട് ഇവിടെ നിർത്തുക. കണ്ട അടുത്ത് വലത്തൂടെ കയറി അങ്ങോട്ട് പോകാൻ പറ്റും. അകത്തോടെ ഇറങ്ങി പോകണില്ല, ഇനി തിരിച്ചു പോകാം കേട്ടോ. തിരിച്ചു പോവാം. പാമ്പുണ്ടാവും അവിടെ തിരിച്ചു പോകുന്നത്. ടണലടഞ്ഞിട്ടൊന്നുമില്ല. അതിനുള്ളിൽ കൂടി ആൾ കയറി പോവാം. പാമ്പ് കഴിയുന്ന സൗണ്ട് ഇങ്ങനെ വരിക. തീട്ടം മുളക്കുന്നുണ്ട്. കണ്ടോ, ഒരു സ്റ്റെപ്പ് കൂടി വെക്കാം. ഈ ഒരു കല്ല് കിട്ടാനല്ലോ യമേ. അതിനുള്ളിൽ കൂടെ കയറി നേരെ അങ്ങോട്ട് വിട്ടാൽ മതി. അപ്പുറ ഭാഗം തുറന്നതിൻ്റെ അടിയിൽ കൂടെ പോകാൻ കഴിയും. കണ്ടോ, അവിടെ മൂടിയേക്കുക. ടണലിൽ അവിടെ മൂടിയേക്കുക തന്നെയാണ്. ഇറങ്ങുന്ന വലിയ കാര്യമൊന്നുമില്ല.